അത് മാത്രമല്ല, തൂങ്ങുന്നതിന് മുമ്പ് കുട്ടിക്കൃഷ്ണൻ 2 പേരുകള് പേപ്പറിൽ കുറിച്ചു വെച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. അയാൾ തൂങ്ങാൻ കാരണക്കാരായ ഈ 2 പേരിൽ ഒരാൾ സത്യാമ്മയാണെന്ന് സോമശേഖരൻ പറയുന്നത്. ശാരിക ഇപ്പൊ എങ്ങനെയുണ്ട്? ICUല 1-2 ദിവസം ഒബ്സർവേഷനിൽ കിടക്കട്ടെ എന്നാ ഡോക്ടർ പറയുന്നത്. ശ്യാമയ, എന്താ വിളിച്ചേ? രോഹിത് ഇപ്പൊ എവിടെ ഉണ്ട്? പിന്നെ രോഹിത് എവിടെ ഉണ്ടെന്നാ ഞാൻ ചോദിച്ചേ. അത് ഞാൻ സൂപ്പർ മാർക്കറ്റിലുണ്ട്. വല്ലതും വാങ്ങിച്ചു വരണോ? വേണ്ട, വെറുതെ ഒന്ന് വിളിച്ചതാ. ഇടയ്ക്ക് എന്റെ ഭർത്താവിന്റെ ശബ്ദം ഒന്ന് കേൾക്കണമെന്ന് തോന്നി, അതുകൊണ്ട് വിളിച്ചതാ. ഓ ശരി. ഇതവള് ചുമ്മാ വിളിച്ചൊന്നുമല്ല, ഞാൻ എവിടെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. പിന്നെ ഒരു കാര്യമുണ്ട്, ശാരികയും കുഞ്ഞിനെയും ഒരു കാരണവശാലും ശ്യാമയുടെ അടുത്ത് കൊണ്ടേ നാക്കരുത്. ശ്യാമ മൊത്തത്തില് പ്രശ്നം ഉണ്ടാക്കിയാ നിൽക്കുന്നത്. വീട്ടിലും ബഹളമാണ്. ഇത്രയും ബഹളത്തിനിടയിൽ ശ്യാമയുടെ അടുത്തേക്ക് ഈ കുഞ്ഞിനെയും ശാരികയും കൂടെ അയച്ചു കഴിഞ്ഞാൽ 2 പേരെ അവൾ എന്തെങ്കിലും ചെയ്യും. എന്റെ ഭാര്യ കൊണ്ട് പറയുന്നതല്ല, നല്ല ഒന്നാന്തരം കുശുമ്പുകാരിയാ. പിന്നെ പോരാഞ്ഞിട്ട് എന്നെ മുടിഞ്ഞ സംശയവും. ഇപ്പൊ എന്നെ വിളിച്ചത് തന്നെ ഞാൻ എവിടെയുണ്ടെന്ന് അറിയാനായിട്ടാ. ശാരികയും കുഞ്ഞും നല്ല രീതിയിൽ ജീവിച്ചു കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കുടുംബശ്രീ വീട്ടിലേക്ക് അവരെ അയക്കരുത്. മുത്തശ്ശന്റെ ചക്കരം പോളൂ. ശാരികയ്ക്ക് എങ്ങനെയുണ്ട് കുഞ്ഞെ? ശാരിയേച്ചി അപകടനില തരണം ചെയ്തേ ഉള്ളൂ. മോളെ നോക്കാനൊന്നും ഇപ്പോഴൊന്നും കഴിയുമെന്ന് തോന്നുന്നില്ല. ഈ ഒരു അവസ്ഥയില് മോളെ ഹോസ്പിറ്റലിൽ നിർത്താനും കഴിയില്ല. നമ്മള് വീട്ടിലുള്ളവര് തന്നെ നോക്കേണ്ടി വരും. അതെ, ഈ വീട്ടിലുള്ളവരെന്ന് കുഞ്ഞേച്ചി പറയുന്നത് ആരെ കണ്ടോണ്ടാ? എന്നെ കണ്ടോണ്ടാണോ? അല്ലെങ്കിൽ ഈ എല്ലാവരുടെ കണ്ണിലും ഞാൻ ഒരു പണിയും ഇല്ലാത്തവളാണല്ലോ, വീട്ടിൽ വെറുതെ നിൽക്കുന്നവള്. പക്ഷെ ഞാനിവിടെ കിടന്ന് അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ എനിക്ക് മാത്രമല്ലേ അറിയാൻ പാടുള്ളൂ. നീ ഇവിടെ കിടന്ന് എന്ത് കഷ്ടപ്പെടുന്നു? കടയിലെ പണിയാണോ നീ ഉദ്ദേശിക്കുന്നത്? അത് നോക്കാൻ ശാരദ ശാന്തി ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു കൈസഹായത്തിന് നിൽക്കാനേ നിന്നോട് പറഞ്ഞിട്ടുള്ളൂ. ആ കൈസഹായം എന്താണെന്ന് പറയേ. അപ്പൊ ഞാൻ അത് മാത്രം അങ്ങ് ചെയ്ത് നിന്നാ മതിയല്ലോ. അപ്പോഴറിയാലോ എന്റെ പണി ഇവിടെ എത്രത്തോളം ഉണ്ടെന്ന്. ക്ഷമ, നീ ഇതിപ്പം എങ്ങോട്ടാ പറഞ്ഞു പോകുന്നേ? ഈ കുഞ്ഞിനെ നോക്കുന്ന കാര്യത്തില് നമുക്ക് എന്തായാലും ഒരു തീരുമാനം വേണം. അതിനെപ്പറ്റി ഇപ്പൊ തന്നെ തീരുമാനിക്കുകയും വേണം. ഇപ്പൊ കൊച്ചിന്റെ അമ്മയുടെ സ്ഥാനത്തും അച്ഛന്റെ സ്ഥാനത്തും നിൽക്കുന്നവരെന്നെ അതങ്ങ് ഏറ്റെടുക്കുന്നേ. ഒറ്റമ്മയും വളർത്തച്ഛനും ആയിക്കോട്ടെ. ക്ഷമേ, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. ഇത് നമ്മുടെ ചേച്ചിയുടെ മോളാ. മോളുടെ മുത്തശ്ശനും ചിറ്റമ്മയായ നീയും നമ്മുടെ ഈ വീട്ടിലുള്ളപ്പോ മോളെയും കൊണ്ട് എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയി അവിടെയുള്ളവരോട് നോക്കാൻ പറയുന്നത് മര്യാദയാണോ? അങ്ങനെ എങ്ങാനും പറഞ്ഞ അവർക്ക് മുന്നിൽ എന്ത് വിലയാ നിങ്ങൾക്ക് 2 പേർക്കും ഉണ്ടാവുക? നിങ്ങക്ക് ചിലപ്പോ അതൊന്നും മാനക്കേടായി തോന്നില്ലായിരിക്കും. എന്തായാലും കുറച്ച് ദിവസത്തേക്ക് നീ മോളെ നോക്കുക തന്നെ വേണം. അപ്പോഴേക്കും ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടോളാം. ശാലിനി കുഞ്ഞെ, എല്ലാവർക്കും ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഈ കുഞ്ഞിനെ നോക്കിക്കോളാം. പൊന്നുപോലെ നോക്കിക്കോളാം.
ഇനി ഈ കുഞ്ഞിന്റെ കാര്യത്തില് ഇങ്ങനൊരു തർക്കം ഈ വീട്ടിൽ വേണ്ട. ആരും നോക്കണ്ട, എൻ്റെ മോളുടെ കുഞ്ഞല്ലേ. ശാരീരിക സുഖാവുന്നവരെ ഞാൻ നോക്കിക്കോളാം. ശാരദ വരുമ്പം എനിക്ക് ഈ മോളെ തിരിച്ചേൽപ്പിക്കാനുള്ളതാ. അതെ, അച്ഛൻ ഏത് നേരം ഈ കുഞ്ഞിന്റെ അടുത്ത് ഇരിക്കാൻ പറ്റുമോ? നിനക്ക് നോക്കാൻ പറ്റില്ല എന്നല്ലേ നീ പറഞ്ഞത്? അപ്പൊ പിന്നെ എൻ്റെ നോട്ടം എങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഞാൻ നോക്കിക്കോളാം എൻ്റെ മോളെ. ഒരാൾക്ക് ഒരു തടസ്സമാവാത്ത രീതിയിൽ ഞാൻ നോക്കിക്കോളാം. സത്യമേ, ചായ. പിള്ളയോട് പറഞ്ഞ് സാധനങ്ങളൊക്കെ എത്തിച്ചോ? പറഞ്ഞിട്ടുണ്ട്. പോയിട്ട് കുറച്ചു നേരമായി. ഇപ്പൊ വരും. സത്യമേ, സത്യമേ, എന്താ പിള്ളേ, എന്തിനാ ഇങ്ങനെ വിളിച്ചു പോകുന്നത്? ഞാൻ മാർക്കറ്റിൽ വെച്ച് SI സോമശേഖരനെ കണ്ടു. അയാൾ എന്താ തന്നെ പേടിപ്പിച്ചോ? ദേ, അയാൾ ഇപ്പോഴും നമുക്ക് കാശ് തന്നിട്ടില്ല. അതൊന്നും അല്ല അയാൾ പറഞ്ഞത്. ആ കുട്ടികൃഷ്ണൻ ആത്മഹത്യാശ്രമം നടത്തിയല്ലോ, അതിന് കാരണം സത്യാമ്മയാണെന്നും സത്യാമ്മ പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയതിന് അയാളുടെ കയ്യിൽ തെളിവുണ്ടെന്നുമാ പറയുന്നത്. എന്ത് തെളിവ്? നമുക്ക് തരാനുള്ള പണം തരാതിരിക്കാനുള്ള അടവ്. അല്ലാതെ എന്ത് തെളിവാ എനിക്കെതിരെ അയാളുടെ കയ്യിലുള്ളത്? ചുമ്മാ പിള്ളേ അയാളൊന്ന് പേടിപ്പിച്ചതായിരിക്കുന്നേ. ദേ, കുട്ടികൃഷ്ണൻ നമ്മുടെ കയ്യിൽ നിന്ന് മാത്രമല്ല, നാട്ടിലുള്ള പലരിൽ നിന്നും അയാൾ പണം കടം വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സോമശേഖരന് നിരത്തി പിടിച്ച എല്ലാവരെയും അറസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരില്ലേ? എന്താ സത്യമേ, എന്താ പ്രശ്നം? സോമശേഖരൻ എന്തു പറഞ്ഞു എന്നാ പറയുന്നത്? പിള്ളയെ സോമശേഖരൻ മാർക്കറ്റിൽ വെച്ച് കണ്ടുന്ന്. നമുക്ക് കാശ് തരാനുള്ള ഒരുത്തൻ തൂങ്ങിയില്ലേ മോളെ, ആ കുട്ടികൃഷ്ണൻ. അയാളെ ഞാൻ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാ അയാൾ ഈ പണി കാണിച്ചതെന്നാ സോമശേഖരന്റെ ഇപ്പോഴത്തെ കണ്ടുപിടുത്തം. അത് മാത്രമല്ല, തൂങ്ങുന്നതിന് മുമ്പ് കുട്ടികൃഷ്ണൻ 2 പേരുകള് പേപ്പറിൽ കുറിച്ചു വെച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. അയാൾ തൂങ്ങാൻ കാരണക്കാരായ ഈ 2 പേരിൽ ഒരാൾ സത്യാമ്മയാണെന്നാ സോമശേഖരൻ പറയുന്നത്.